ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സാപ് സിനി വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ കഥാനായകന് അവനൊരു ജയിൽ ഗാർഡാണ്. തന്റെ ഡ്യൂട്ടി ആരംഭിക്കുന്നതിന്റെ തലേ ദിവസം ജയിലൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്നൊക്കെ വിചാരിച്ച് ആശാൻ ഇങ്ങനെ പോവുകയാണ്. പക്ഷേ അന്ന് അവിടെ കാത്തിരുന്നത് വല്ലാത്തൊരു സംഭവമായിരുന്നു. പൊതുവെ ജയിലിനകത്ത് കുറ്റവാളികളാണല്ലോ ഉണ്ടാകുക. നമ്മുടെ നായകൻ പോയ ഈ ജയിലിനകത്താണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുണ്ടാകും. അവരാണെങ്കിൽ ഒരു പ്രതിഷേധം നടത്തുകയാണ് കേട്ടോ. അതും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. നല്ല ഭക്ഷണം കിട്ടണം, ഗാർഡ്സ് ഒന്നും തല്ലാൻ പാടില്ല, മാനുഷിക പരിഗണന വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ ജയിലിനകത്ത് വരുന്നവരൊക്കെ കുറ്റം ചെയ്തിട്ടാണല്ലോ വരുന്നത്. അവർക്ക് ശിക്ഷ കൊടുക്കല്ലാതെ തലോടാണെന്നും ആരും നിൽക്കില്ല അല്ലെ. ഗവൺമെന്റ് ആണെങ്കിൽ ഈ നിബന്ധനകളൊന്നും ചെവി കൊള്ളില്ല. പിന്നെ പറയണ്ടല്ലോ പൂരം, രക്തരൂക്ഷിതമായ ഒരു കലാപമായി മാറുകയാണത്. കലാപം പോട്ടെ, നമ്മുടെ നായകനോ അവനും അതിൽ പെടുകയാണ്. പിന്നെ ജീവൻ നിലനിർത്താനായിട്ട് ഒരേ ഒരു മാർഗം, അവർക്കിടയിൽ കുറ്റവാളിയെ അഭിനയിക്കുക. കൂടുതൽ വിവരിച്ച് കഥയുടെ സസ്പെൻസ് ഒന്നും ഞാൻ കളയുന്നില്ല. എന്നാ പിന്നെ കഥയുടെ ആ ലോകത്തേക്ക് നമുക്കങ്ങ് പോയാലോ. കുറച്ചധികം പ്രായമുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. ആ വ്യക്തി അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് സിഗരറ്റ് വലിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഒരു ലൈറ്ററൊക്കെ വെച്ച് അതിങ്ങനെ കത്തിക്കുകയാവും. മാത്രല്ല ആ ഒരു ഭാഗം ഇങ്ങനെ ഷാർപ്പ് ചെയ്യുന്നത് കാണാം. ചെറുതായിട്ടൊന്നല്ല, നന്നായിട്ട് മൂർച്ച കൂട്ടുന്നുണ്ട്. ഈ ഒരു സീന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താന്ന് വെച്ചാല് ജയിലിൽ ചാടാനുള്ള പ്ലാന് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നുമല്ല സംഭവം. ആ വ്യക്തി നേരെ വാഷ് ബേസിന്റെ അങ്ങോട്ടേക്ക് പോയി നേരത്തെ മൂർച്ച കൂട്ടി വെച്ച ആ ഒരു സിഗരറ്റ് ഇല്ലേ, അത് വെച്ച് സ്വന്തം കൈ മുറിക്കാണ്. ഒരു കൈ മാത്രമല്ല, രണ്ട് കൈയും മുറിച്ച് ആ വ്യക്തി അവിടെ ആത്മഹത്യക്കാണ് ശ്രമിച്ചത്. എന്താ കാരണമൊന്നും അപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് ഈ കഥയിലെ നായകനെയാണ്. സെൻട്രൽ ജയിലിന്റെ ഗാർഡായിട്ടാണ് അവനിപ്പോ വർക്ക് ചെയ്യുന്നത് കേട്ടോ. മാത്രല്ല അവന് ജോലിക്ക് കയറുന്നതിന്റെ തൊട്ട് തലേ ദിവസമായിട്ട് അവൻ അങ്ങോട്ടേക്ക് വരികയാണ്. നമുക്കിപ്പോ പുതിയൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാല് എന്തായിരിക്കും വർക്ക് അവിടെ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള ആശങ്ക ഉണ്ടാകൂലേ. നമ്മുടെ നായകനും അതേ ആശങ്കയുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മുടെ നായകന്റെ പേര് ജുവാൻ എന്നാണ് കേട്ടോ. അത് മാത്രല്ല ഈ ജുവാന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ഫ്രണ്ടും അവരുടെ ഒരു മേൽ ഓഫീസർ ഉണ്ട്, ആ ഓഫീസറും കൂടി ജുവാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ സെൻട്രൽ ജയിലോട്ട് ആര് വന്നു കഴിഞ്ഞാലും ആദ്യം അവരുടെ ദേഹമൊക്കെ പരിശോധിക്കും. അവരുടെ കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു വെക്കും. ഇനിയിപ്പോ ഒരു ഷൂ ലേസ് ആണെങ്കിൽ പോലും അതും എടുത്തു വെക്കും. കാരണം എന്താന്ന് വെച്ചാല് ആ ഒരു ഷൂ ലേസ് വെച്ച് തന്നെ ഈ ഒരു കുറ്റവാളികൾ ഉണ്ടല്ലോ അതിനകത്ത് പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ജുവാനേറ്റ് അവരിങ്ങനെ നടന്നു പോകുകയാണ്. ഈ സമയത്താണെങ്കിൽ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് അവരതിനകത്തോട്ട് കയറുമ്പോ ഉടനെ തന്നെ ആ ഗേറ്റ് അടക്കുന്നത് കാണാം. ഇത് കണ്ട നമ്മുടെ ജുവാനാണെങ്കിൽ അവനൊന്ന് ഞെട്ടും. ഇതെല്ലാം അവനൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ ആ ഓഫീസർ അവനോട് പറഞ്ഞു കൊടുക്കും, മോനെ ഇതെന്താന്ന് വെച്ചാൽ ഈ തടവ് പുള്ളികള് പുറത്തേക്ക് പോവാതിരിക്കാനുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം മാത്രമാണ്. നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, നമുക്കിനി കുറെ കാര്യങ്ങൾ കാണാനുണ്ടെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അകത്തോട്ട് പോകും. അകത്താണെങ്കിൽ നന്നായിട്ട് അലങ്കോലായിട്ട് കിടക്കാവും. കാരണം വേറൊന്നുമില്ല, ഇതൊരു പഴയ സെൻട്രൽ ജയിലാണ്. ഗവൺമെന്റ് പുതിയൊരു സെൻട്രൽ ജയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുവരെ ഇവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്, ഇവിടെയാണ് ഈ കുറ്റവാളികളെ നോക്കേണ്ടത് എന്നൊക്കെ അവന്റെ ഫ്രണ്ടും ആ ഒരു മേൽ ഓഫീസറും ഉണ്ടല്ലോ അവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഈ കാര്യങ്ങളെല്ലാം കേട്ട് മുന്നോട്ട് നടന്നു പോകുന്ന നമ്മുടെ ജുവാൻ കാണുന്നത് ഒരു പ്ലേ ഗ്രൗണ്ട് ആണ്. അവിടെയാണെങ്കിൽ ഒരുപാട് പേര് ഫുട്ബോളൊക്കെ കളിക്കുന്നത് കാണാം. രാവിലെ 9 മണി തൊട്ട് ഉച്ചക്ക് ലഞ്ച് ടൈം വരെ ഈ തടവുപുള്ളികൾ ഉണ്ടല്ലോ അവരിവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഈ ജയിലിനകത്ത് അവർക്കുള്ള ഒരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രമാണ്. അത് മാത്രല്ല ഈ സമയത്ത് മാത്രമാണ് അവർക്ക് സംസാരിക്കാനും പരസ്പരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും എല്ലാത്തിനും അനുവാദമുള്ളൂ. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങളാണ് കേട്ടോ ഈ ഫ്രണ്ടും ആ ഒരു ഓഫീസറും അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് ഈ ജയിലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവനോട് പറയും, ഒരുപാട് കൊല ചെയ്ത ആളുകള്, കൊടും കുറ്റം ചെയ്ത ആളുകള്, അങ്ങനത്തെ ഒക്കെ ആളുകൾ ഉണ്ടല്ലോ അവരെ അടച്ചു വെച്ചിട്ടുള്ള സെല്ലാണിതെന്ന് പറയും. എന്തുകൊണ്ടാണ് അവരെങ്ങനെ മാറ്റി വെച്ചതെന്ന് ചോദിച്ചാല് മറ്റുള്ള സെല്ലുകളിലൊക്കെ ചെയിന് പൊട്ടിക്കുന്നവര്, കള്ളന്മാര്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്ത ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് തടവുപുള്ളികൾ ഉണ്ടാകും. നേരത്തെ കാണിച്ച കുറ്റവാളികളില്ലേ അവരെ എങ്ങാനും ഇങ്ങോട്ടാക്കി കഴിഞ്ഞാല് എങ്ങാനും അവർക്ക് മനസ്സ് മാറിയാലോ, തീർന്നു കാര്യല്ലേ. ആ ഒരു കാരണം കൊണ്ടാണ് അവരെ ഒന്നിച്ചിടാത്തത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരിങ്ങനെ നടന്നു പോകുമ്പോ അങ്ങോട്ടേക്ക് ഒരു ഓഫീസർ വരും, ജൂലിയാൻ എന്ന് പറയുന്ന ഒരു ഓഫീസർ. അവനക്ക് നമ്മുടെ ജുവാന്റെ ഫ്രണ്ടില്ലേ അവനിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കും, ഇത് നമ്മുടെ പുതിയ ഓഫീസറാണ്, നാളെ മുതൽ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ്. എന്നാ പിന്നെ നാളെ കാണാന്ന് പറഞ്ഞ് ജൂലിയൻ അവന്റെ ഡ്യൂട്ടിയിലേക്ക് പോകും. ഈ സമയത്ത് മറ്റു ഓഫീസർ ഉണ്ടല്ലോ അവനൊരു
ടൂള് കൊടുന്ന് കൊടുക്കുകയാണ്. മോനെ ജുവാനെ, നീ ഈ കാര്യം നോക്ക്, ഇവിടെ ഒരു ഇരുമ്പിന്റെ പൈപ്പ് ഉണ്ടായിരുന്നു. ആ പൈപ്പ് വെച്ച് ഇവരുണ്ടാക്കിയ ഒരു ടൂളാണിത്. ഇത് വെച്ച് ആരെ വേണമെങ്കിലും കൊല്ലാം. അതുകൊണ്ട് പൊന്നു മോനെ ജുവാനെ, നിന്റെ ഡ്യൂട്ടി ടൈമില് ഒരു അശ്രദ്ധ പോലും പറ്റാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവനെങ്ങനെ ഉപദേശിക്കും. നമ്മുടെ ജുവാനാണെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടാകും, അല്ല ഇതിപ്പോ കുറ്റവാളികൾ ഉണ്ടാക്കിയ ടൂളല്ലേ, പിന്നെപ്പോ എങ്ങനെയാണ് ഈ ഓഫീസേഴ്സിന് ഇത് മനസ്സിലായത് എന്നായിരുന്നു അവന്റെ ഡൗട്ട്. പിന്നെ അവന്റെ സുഹൃത്ത് ഒരു കാര്യം പറയും, പിന്നെ നമുക്ക് അവർക്കിടയിൽ ഒരു ചാരനുണ്ട്, കൊളംബിയയിൽ നിന്ന് അപ്പാച്ചി എന്ന് പറയുന്ന ഒരു ചാരന്. നീ അകത്ത് കയറി കഴിഞ്ഞാല് അതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ നമ്മോട് വന്ന് റിപ്പോർട്ട് ചെയ്യും. അവനാണ് നമുക്ക് ഈ ടൂള് തന്നത് എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ അവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാല് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. ഈ ജയിലൊരു പഴയ ബിൽഡിംഗ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലേ, അതിന്റെ മേൽക്കൂരയാണെങ്കിൽ താഴോട്ട് വീഴുകയാണ്. മാത്രമല്ല അത് നമ്മളുടെ ജുവാന്റെ തലയിലാണ് വീഴുന്നത്. പിന്നെ ജുവാന്റെ ഫ്രണ്ടും ആ ഒരു ഓഫീസറും കൂടി ജുവാനെ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരിക്കും കേട്ടോ. ജുവാന്റെ തലയിലേക്കല്ലേ ആ വാർപ്പിന്റെ കഷ്ണം വീണത്. അവനാണെങ്കിൽ അപ്പോ തന്നെ അവിടെ ബോധം കെട്ട് വീഴാണ്. ഈ ഓഫീസേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് അവനെ എണീപ്പിച്ച് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയായിരിക്കും. പക്ഷേ വല്ലാത്തൊരു ആർപ്പുവിളി കേൾക്കുന്നുണ്ടാകും. ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആർപ്പുവിളി ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളൊരു ശബ്ദം. ഇപ്പൊ അവർക്കാണെങ്കിൽ ആ കാര്യം മനസ്സിലായി. എങ്ങനെയൊക്കെയോ ആ തടവുള്ളികളില്ലേ അവർ രക്ഷപ്പെട്ടു എന്നുള്ളത്. പിന്നെ പറയണ്ടല്ലോ പൂരം, ഒരു നിമിഷം അവരവിടെ നിന്ന് കഴിഞ്ഞാല് ആ കുറ്റവാളികളെല്ലാം വന്ന് അവരെ ഇഞ്ചി പരിവാക്കൂലേ. ഇവര് പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാല് ജുവാനെടുത്ത് വേഗം ഒരു 211 എന്ന് പറയുന്ന ഒരു റൂം ഉണ്ടാകും. അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കിടത്തും. കുറെ തവണ അവനെ വിളിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ അവന്റെ ബോധം പോയതുകൊണ്ട് അവൻ എണീറ്റ് നിൽക്കാനൊന്നും കഴിയില്ല. മനസ്സില്ലാ മനസ്സോടെ അവന്റെ ആ ഫ്രണ്ടും മേലോഫീസറും അവിടെ നിന്ന് രക്ഷപ്പെടും. ഒരു വിചാരണയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പൊ ആ ഫ്രണ്ടില്ല, അവൻ ഇങ്ങനെ പറയുന്നുണ്ട് അതെങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല, ഒട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്, അങ്ങനെയൊക്കെ പറയും. പിന്നെയാണ് നമുക്ക് ആ കാര്യം മനസ്സിലാവുന്നത് കേട്ടോ, എന്താണ് ആ ഫ്ലാഷ് ബാക്ക് എന്നുള്ളത്. ജുവാൻ ആ ജയിലിനകത്തെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോ അവിടെ ഒരു ഓഫീസർ വന്നിരുന്നില്ലേ, ജൂലിയാൻ എന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഓഫീസർ ഡ്യൂട്ടിക്കായിട്ട് പോയി എന്നുള്ളത്. ആ ഡ്യൂട്ടി എന്താന്ന് വെച്ചാല് ഈ ജയിലിനകത്തൊരു നേതാവുണ്ട്, മലമദർ എന്ന് പറഞ്ഞിട്ട്. നേതാവ് എന്നൊന്നും പറഞ്ഞാൽ പോരാട്ടോ, ഈ ജയിൽ തന്നെ അവന്റെ കൺട്രോളിലാണ്. അവനൊരു വിസിറ്റർ വന്നിട്ടുണ്ടാകും. വിസിറ്ററിന്റെ അടുത്തേക്ക് ജയിൽ പുള്ളികളെ വിലങ്ങ് വെച്ചിട്ടാണല്ലോ കൊണ്ടുപോകുക. ആ ഒരു വിലങ്ങ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജൂലിയൻ വന്നത് കേട്ടോ. മാത്രല്ല ജൂലിയാന് വിലങ്ങൊക്കെ വെച്ച് വാതിൽ തുറക്കാനായി നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. നേരത്തെ ആ മേൽക്കൂര വീണ് നമ്മുടെ ജുവാന്റെ മേൽ തട്ടിയില്ലേ, ആ ശബ്ദം കേട്ട് ജൂലിയാൻ ഒന്ന് തിരിഞ്ഞു നോക്കൂട്ടോ. എന്ത് പറയാനാ, മലമദറാണെങ്കിൽ ആ കയ്യിലെ വിലങ്ങ് വെച്ചിട്ട് ജൂലിയാന്റെ കഴുത്തങ്ങ് ഞെരുക്കി പിടിക്കാണ്. പിന്നെ അവന്റെ കയ്യിൽ ആ കീ അങ്ങെടുത്ത് ആ ഡോർ ഓപ്പൺ ചെയ്യും. തടവുള്ളികളെയും ആ പോലീസുകാരെയും തരംതിരിച്ചിരുന്ന ആ ഒരു വാതില്. ഈ സമയത്ത് എല്ലാ തടവുള്ളികളും ഓടി അങ്ങോട്ടേക്ക് എത്തും. അവരുടെ ആ ആർപ്പുവിളിയാണ് ജുവാന്റെ ആ ഫ്രണ്ടും ആ ഓഫീസറും കേട്ടത്. പണി പാളിയെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവര് ജുവാനെ 211 ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. പാവം നമ്മുടെ ജുവാനാണെങ്കിൽ ഒന്നും അറിയാതെ അവിടെ പെട്ടുപോയി. ഈ തടവുള്ളികളുണ്ടല്ലോ അവരെ ജയിലങ്ങ് അടിച്ചു പൊളിക്കണേ. അവിടെ തീർന്നില്ലട്ടോ കാര്യങ്ങള്. ഈ ഓഫീസേഴ്സ് അടുത്തേക്ക് വരാതിരിക്കാനൊക്കെ ആയിട്ട് കംപ്ലീറ്റ് തീയെല്ലായിട്ട് നശിപ്പിക്കുകയാണ്. പിന്നെ ഈ തടവുള്ളികളാണെങ്കിൽ അവിടെയുള്ള എല്ലാ റൂമുകളും തുറന്നു നോക്കുകയാണ്. അങ്ങനെ തുറന്നു പോയി നോക്കുമ്പോ ഈ 211 എന്ന് പറഞ്ഞ നമ്മളെ റൂമില്ലേ, ജുവാനായിട്ടുള്ള റൂം, അതങ്ങ് തുറന്നു നോക്കുമ്പോ നമ്മുടെ ജുവാൻ ഇതേ കിടക്കുന്ന അവിടെ. തടവുള്ളികളെ സംബന്ധിച്ച് ഇതുവരെ അവിടെ കാണാത്തൊരു വ്യക്തിയാണ് ജുവാന്. അല്ല മോനെ എണീക്ക്, നീ എന്താ ഇവിടെ കിടക്കുന്നത്, നീ ആരാന്നൊക്കെ ചോദിക്കും. ജുവാന് കണ്ണു തുറന്നു നോക്കുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത് അങ്ങനെയൊന്നും അവന് മനസ്സിലാകില്ല. അവനെ വിളിച്ചുണർത്തിയ തടവുള്ളിയില്ലേ വേഗം പുറത്തിറങ്ങിയിട്ട് പിഞ്ചോ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടാകും. അവനോട് ഈ മലമന്ദറിനെ ചോദിക്കും, അവരുടെ തലവനെ. വേറെ ഒന്നിനുമല്ല, പുതുതായിട്ടൊരു വ്യക്തി ഈ ജയിലിലോട്ട് വന്നതല്ലേ, ഒന്ന് റാഗ് ചെയ്യാനായിട്ട്. മലമന്ദിർ താഴെ ബേസ്മെന്റിലാണെന്നുള്ള കാര്യം പിഞ്ചോ അറിയിക്കും. പിന്നെ അവൻ നേരെ ബേസ്മെന്റിലേക്ക് പോകും. പക്ഷെ ഈ സമയത്ത് നമ്മുടെ ജുവാനാണെങ്കിലോ ബോധമൊക്കെ വന്ന് ക്ലിയർ ആയിട്ടുണ്ടാകും. അപ്പോഴാണ് ആശാന് ഒരു കാര്യം ആലോചിക്കുന്നത്, വേറൊന്നുമില്ല, അവനിപ്പോ ആ ജയിലിനകത്ത് അകപ്പെട്ടിരിക്കുകയല്ലേ, ഏത് നിമിഷം വേണമെങ്കിലും പുറത്തു പോയാൽ തടവുള്ളി വരും, മാത്രല്ല നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ വേറൊരു കാര്യം കൂടി അവന്റെ മൈൻഡിലോട്ട് വരികയാണ്. അവൻ ഈ ജയിലിനകത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോ ആ മേൽ ഓഫീസർ അവനോട് പറഞ്ഞിരുന്നില്ലേ, ഷൂവിന്റെ ലൈസ് പോലും ഇവർക്ക് കിട്ടാൻ പാടില്ല, അവരത് ആയുധമാക്കി മാറ്റും. അങ്ങനെയൊക്കെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ജുവാൻ അവന്റെ ഷൂ ലൈസ്, പേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്ത് ആ റൂമിന്റെ ക്ലോസറ്റിനകത്തും അങ്ങനെയൊക്കെ ഒളിപ്പിച്ച് വെക്കുകയാണ്. അപ്പോഴേക്കും ആ തടവുള്ളി വന്ന് ജുവാൻ അവിടെ നിന്ന് കൊണ്ടുപോകുകയാണ് മലമന്ദിറിന്റെ അടുത്തേക്ക്. ബേസ്മെന്റിലെത്തിയ ജുവാൻ കാണുന്നത് ഒരു കൂട്ടം തടവുള്ളികളുണ്ടല്ലോ, അവരിങ്ങനെ ആർത്ത് വിളിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതിന് നടുക്കായിട്ട് മലമന്ദിറും അവരുടെ രാജാവ്. നേരത്തെ ജുവാന്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നില്ലേ ഇതിനകത്തൊരു ചാരനുണ്ട് എന്നുള്ളത്, അവൻ ഈ മലമന്ദിറിന്റെ റൈറ്റ് ഹാൻഡ് ആണ് കേട്ടോ, അപ്പാച്ചി എന്നാണ് അവന്റെ പേര്. അങ്ങനെ മലമന്ദിർ അവനെങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും, അല്ല മോനെ നീ എന്ത് ചെയ്തിട്ടാ ഇങ്ങോട്ട് വന്നത്, ഇതിനു മുമ്പ് നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, അതുമാത്രല്ല നിന്നെ സെൽ 211 എന്നാണ് പിടിച്ചെടുത്തതെന്ന് കേട്ടല്ലോ, അവിടെയാണെങ്കിൽ കൊടും കുറ്റം ചെയ്ത ആളുകളാണല്ലോ, പിന്നെ എങ്ങനെ നീ അവിടെ വന്ന് അങ്ങനെയൊക്കെ എന്നെ ചോദിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ജുവാൻ ഒരു കാര്യം ഓർമ്മ വരിക. എന്നാ പിന്നെ കൊലപാതകയാന്ന് പറഞ്ഞേക്കാം, അതാവുമ്പോ നൈസായിട്ട് ഊരുകയും ചെയ്യാം. അങ്ങനെ അവൻ ആ കാര്യം പറയുമ്പോ ഇവർക്ക് ആർക്കും വിശ്വാസം വരില്ല. നിന്നെ കണ്ടപ്പോ ഒരു കൊലപാതകം എന്ന് ആരും പറയില്ല കേട്ടോ, ഒരു അമുൽ ബേബി പോലെയാണ് നിന്നെ കാണാൻ, അങ്ങനെയൊക്കെ മലമന്ത്രം അവനോട് പറയും. അപ്പൊ അവന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്, എന്നോട് കളിക്കുന്നതേ സൂക്ഷിച്ചു വേണം, എന്റെ ഈ കോലം കണ്ടിട്ടൊന്നും ആരും എന്നെ അളക്കാൻ നിൽക്കണ്ട, നീയല്ല നിന്റെ ആര് വന്നു കഴിഞ്ഞാലും
കഴിഞ്ഞാലും പൊന്നു മോനെ തല അടിച്ചാൻ പുളിക്കൂട്ടോ, അങ്ങനെ ഡയലോഗ് അടിക്കും ആശാൻ. ഇത് കേട്ടപ്പോ മലമന്ദിറിന്റെ ഫാൻസ് ആണല്ലോ ചുറ്റും നിൽക്കുന്നത്. അവരെല്ലാരും ഇപ്പൊ വിചാരിക്കും മലമന്ദിർ അവനെ തല്ലുന്നുള്ളത്. പക്ഷെ അവൻ പതിയെ വന്ന് ജുവാന്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ എനിക്ക് വിശ്വാസമായി, നീ അത് ചെയ്തിട്ടുണ്ടാകാം, ഇങ്ങനെയുള്ള ആളുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കും. പക്ഷെ ഒരു നടയടി എന്നൊക്കെ പറഞ്ഞ പോലെ ജുവാനോട് അവന്റെ ഡ്രസ്സൊക്കെ അഴിച്ച് നിൽക്കാൻ പറയും. റാഗിങ് ആണ് ചെയ്യുന്നത്. എന്തായാലും ഇനി പ്രശ്നമൊന്നും വേണ്ടാന്നുള്ള നിലക്ക് ജുവാൻ അവർ പറഞ്ഞതൊക്കെ കേൾക്കും. അവന്റെ റാഗിങ് കഴിഞ്ഞ ഉടനെ ഈ മലമന്ദിർ അവന്റെ അപ്പാച്ചി ഉണ്ടല്ലോ റൈറ്റ് ഹാൻഡ്, അവനോട് പറയുന്നുണ്ട് നീ ആ CCTV മൊത്തം അടിച്ചു പൊട്ടിച്ചോ, എല്ലാം നമ്മൾ തകർക്കണം, നമ്മൾ ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അവർക്ക് മനസ്സിലാകരുത്. അതും പറഞ്ഞ് എല്ലാവരും ഹാളിന്റെ അങ്ങോട്ടേക്ക് പോകും. ഈ സമയത്ത് പുറത്താണെങ്കിലോ എല്ലാ ഓഫീസേഴ്സും വന്നിട്ടുണ്ടാകൂട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ജയിലിനകത്താണെങ്കിൽ മലമന്ദിർ ഉണ്ട്, അവനാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ എന്തേലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ നേരത്തെ നമ്മുടെ ജുവാന്റെ ഫ്രണ്ടിനെ കണ്ടില്ലേ, ജുവാൻ അവിടെ ഇട്ട് ഓടിയ. അവൻ ഇവരോട് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം കേട്ടോ, നമ്മളുടെ 2 ഓഫീസേഴ്സ് അതിനകത്താണ്, ജുവാനും പിന്നെ ജൂലിയാനും. ഇതുകൂടി കേട്ടപ്പോ ഓഫീസേഴ്സിന്റെ കിളി പോകും. അല്ല ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊക്കെ ആലോചിച്ചിരിക്കായിരിക്കും അവര്. മറുവശത്ത് ജയിലിനകത്തുള്ള നമ്മുടെ ജുവാന് ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കാണ്. അല്ല തനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഗർഭിണിയായ തന്റെ ഭാര്യ എലീന ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് പറഞ്ഞതാണ് നാളെ എന്തായാലും നിങ്ങൾ ജോലിക്ക് പോവേണ്ടതാണ്, പിന്നെ എന്തിനാ അപ്പൊ മുന്നോടിയായിട്ട് പോകുന്നത്? കുറെ തടഞ്ഞതൊക്കെയാണ് അവളെ. അതൊന്നും കേൾക്കാതെയാണ് ആശാൻ ഇങ്ങോട്ടേക്ക് വന്നത് മാത്രമല്ല വന്ന് പെട്ടത്. ഈ കാര്യം ആലോചിച്ച് ജുവാൻ ഇങ്ങനെ ഹാളിനകത്തേക്ക് വരുമ്പോ എല്ലാ CCTV ഒക്കെ അടിച്ചു പൊളിക്കായിരിക്കട്ടെ അവര്. മാത്രല്ല മലമന്ത്രി ഇങ്ങനെ പറയുന്നുണ്ടാക്കും എല്ലാം നശിപ്പിക്ക്, നമ്മുടെ എല്ലാ നിബന്ധനകളും അവർ അംഗീകരിക്കണം, അങ്ങനെയൊക്കെ. ജുവാൻ പിന്നെ പെട്ടെന്നാണ് ഐഡിയാസ് ഒക്കെ വരുന്നത്. ആശ നേരെ വന്നിട്ട് നിങ്ങൾ ഈ CCTV ഒന്ന് അടിച്ചു പൊളിക്കരുത് കേട്ടോ, ഒരു CCTV എങ്കിലും ബാക്കി വെക്കണം, ഇവിടെ എന്താ നടക്കുന്നത്, നമ്മുടെ ആവശ്യം എന്താന്നുള്ളത് അവരറിയണം എന്നും പറഞ്ഞ് ജുവാൻ നേരെ അവിടെയുള്ള ഒരു മെയിൻ CCTV ഉണ്ടാവും, അവിടെ ചെന്നിട്ട് ആ CCTV ആണ് മറച്ചു വെക്കും. ഈ കാര്യങ്ങളൊക്കെ പുറത്ത് നിന്ന് നമ്മുടെ ജുവാന്റെ ഫ്രണ്ടും ആ ഓഫീസേഴ്സും ഒക്കെ കാണുന്നുണ്ട്. ഒരു ചെറു പുഞ്ചിരിയോടെ ജുവാന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ അവരോട് ഇങ്ങനെ പറയും, പിന്നെ നമ്മളൊരു കാരണവശാലും പേടിക്കണ്ട, നമ്മുടെ ജുവാന് എല്ലാം നമ്മളുടെ കൺട്രോളിലാണ് കേട്ടോ എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ കാണിച്ചെന്നത് എന്ന്. ജുവാന്റെ ഈ പ്രവൃത്തി കണ്ട മലമന്ദിറിന്റെ വിചാരം ജുവാൻ അവർക്ക് ഫേവർ ആയിട്ടുള്ള കാര്യമാണ് ചെയ്തതെന്നാണ്. പക്ഷെ സംഭവം അതല്ല, അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് ഒഫീഷ്യൽസിന് അറിയാൻ വേണ്ടി ചെയ്തതാണ് ജുവാന്. പക്ഷെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് അവിടെ. എന്താന്ന് വെച്ചാല് ഒരു ജൂലിയാൻ എന്ന് പറഞ്ഞ ഓഫീസർ ഉണ്ടായിരുന്നില്ലേ, അവൻ ഈ മലമന്ദിറിന്റെ കസ്റ്റഡിയിലാണ്. മലമന്ദിർ ജുവാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ജുവാനോട് ഇങ്ങനെ ചോദിക്കും, മൈ ബ്രദർ ജുവാൻ, നീ ഇങ്ങോട്ടേക്ക് വന്നപ്പോ നിനക്ക് നടയടി കിട്ടിയില്ലേ, അത് ഈ ഓഫീസർ അല്ലേ ചെയ്തത്, നീ എന്താന്ന് വെച്ചാൽ അവനെ ചെയ്യേ, കുത്തിയെ കൊല്ലി, എന്താന്ന് വെച്ചാൽ ചെയ്യെന്ന് പറയും. തനിക്ക് കിട്ടി നടയടി അടിച്ചത് ഈ ഒരു ഓഫീസർ അല്ല, അത് വേറൊരു ഓഫീസർ ആണെന്നായിരിക്കും ജുവാൻ അവനോട് പറയുന്നത്. മാത്രല്ല ഈ ജൂലിയാനാണെങ്കിൽ ജുവാൻ അവനെ പോലെയുള്ള ഒരു ഓഫീസറാണ് എന്ന സത്യവും അവരറിയിക്കില്ല. പക്ഷെ മലമന്ദിറാണെങ്കിൽ വല്ലാത്തൊരു ക്രൂരനാണ്. ജൂലിയൻ പണ്ട് മൊനീക്കോ എന്ന് പറഞ്ഞൊരു തടവുള്ളിനെ നടയടി അടിച്ചിട്ടുണ്ട്. ആ പേരും പറഞ്ഞ് ഈ മൊനീക്കോനെ വിളിച്ചു വരുത്തിയിട്ട് ജൂലിയൻ അടിച്ചു കൊല്ലാൻ പറയാണ്. നമ്മുടെ ജുവാനാണെങ്കിൽ ഇതെല്ലാം കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഓഫീസേഴ്സ് എല്ലാം വമ്പൻ ചർച്ചയിലാണ്. അവർ ഈ സ്വാറ്റ് ടീം ഉണ്ടല്ലോ, ഹൈ ടാലന്റ് ആയിട്ടുള്ള സോൾജേഴ്സ് പോലത്തെ ഓഫീസേഴ്സ്, അവരെയൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുണ്ടാകും. സ്വാറ്റ് ടീമിനെ കൊണ്ട് ഒറ്റയടിക്ക് അവിടെ അറ്റാക്ക് ചെയ്യിക്കാനൊന്നും പറ്റൂല. കാരണം അവിടെയുള്ള ബ്ലോക്ക് നമ്പർ 4 കൊടും കുറ്റവാളികളുണ്ട്. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കാരണം കുറെ ആളുകളൊക്കെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. പക്ഷെ ഒരു 3 പേരെ മാത്രം അവരവിടെ നിന്ന് മാറ്റിയിട്ടില്ല. ഈ മലമന്ദിറിനും അവന്റെ ടീമിനും എങ്ങാനും അവരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിലായിരിക്കും കംപ്ലീറ്റ് കൺട്രോള്. ഈ ഒഫീഷ്യൽസ് ഇത്രയും പേടിക്കാൻ കാരണം ആ കൊടും കുറ്റവാളികൾ മരിക്കുന്നതിലല്ല, മരിച്ച വാർത്ത പുറത്തു പോയി കഴിഞ്ഞാൽ ഈ ഒഫീഷ്യൽസിന്റെ എല്ലാം അനാസ്ഥയാണ് ഇതിന് കാരണം എന്നുള്ളത് എല്ലാവരും അറിയും. എന്ത് ചെയ്യാനാ? അപ്പോഴേക്കും പിഞ്ചോവും ടാച്ചുവാലയും ചേർന്ന് ആ കുറ്റവാളികളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഹോസ്റ്റേജസ് ആക്കി മാറ്റുകയാണ്. അവർക്ക് അവരുടെ നിബന്ധനകളൊക്കെ ഗവൺമെന്റിനെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ വേണമല്ലോ, അതിനാണ് ഇപ്പൊ ചെയ്തത്. CCTV ഇല്ല ഹാൾ ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് ഇവരെ കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽസ് ഇങ്ങനെ നോക്കുകയായിരിക്കും. അപ്പോൾ അൽമാൻസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെഗോഷിയേറ്റർ വരും. എന്തൊരു പ്രശ്നം സംഭവിക്കുകയാണെങ്കിലും ഒരു മീഡിയേറ്റർ വേണമല്ലോ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. അങ്ങനെ വന്നതാണ് ഈ അൽമാൻസ. ജയിലിനകത്ത് മലമന്ദിറാണെങ്കിലോ ഇനി നമ്മൾ ആരെയും പേടിക്കണ്ട, ഈ ഒഫീഷ്യൽസ് എല്ലാം നമ്മൾ പറയുന്നത് കേൾക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോ അവർക്ക് വേണ്ടപ്പെട്ട 3 കുറ്റവാളികളുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇനി നിബന്ധനകളെല്ലാം പറയാൻ പോകുകയാണ് എന്നൊക്കെ തടവുപുള്ളികളോട് പറയുമ്പോൾ അവരെല്ലാം കൈകൊട്ടി ആർപ്പ് വിളിച്ചിട്ട് നമ്മുടെ നേതാവ് മലമന്ദിർ നീഴാൽ വാഴട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ജയ്യൊക്കെ വിളിക്കുന്നുണ്ടാകും. ഈ കൂട്ടത്തില് നമ്മുടെ ജുവാനുണ്ട്, അവന് മാത്രമുള്ളൂ എഴുതാനൊക്കെ അറിയുന്നത്. അങ്ങനെ മലമന്ദിർ ജുവാനോട് നിബന്ധനകളെല്ലാം എഴുതാൻ പറയാണ്. നിബന്ധനകൾ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, എല്ലാ ദിവസവും ഭക്ഷണത്തിന് സീ ഫുഡ് വേണം, പിന്നെ നടപടി എന്ന് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം, അഥവാ തല്ലുകയാണെങ്കിൽ പതിയെ തല്ലണം, ഒരുമാതിരി കുറ്റവാളികളെ പെരുമാറുന്ന പോലെ ഞങ്ങളോട് പെരുമാറാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് അവർ എഴുതിപ്പിക്കുന്നത്. ഇതിപ്പോ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ, കുറ്റവാളികളെ ശിക്ഷിക്കല്ലേ ചെയ്യുക, അല്ലാതെ എല്ലാ ഫ്രീഡം കൊടുത്തിട്ട് ഒരിക്കലും ജയിലിലിടൂല എന്നുള്ളത് ജുവാൻ ഇങ്ങനെ ചോദിക്കും മലമന്ദിറിനോട്. ജുവാനെ സെൽ 211 എന്ന് പുറത്തോട്ട് കൊണ്ടുവന്ന ആ തടവുള്ളി ഉണ്ടല്ലോ, അവനൊരു ഇൻസിഡന്റ് പറഞ്ഞു കൊടുക്കാണ് ജുവാനോട്. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ സിനിമയുടെ ഫസ്റ്റ് കണ്ടില്ലേ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്, അതെന്തുകൊണ്ടായിരുന്നു എന്ന് വെച്ചാല് മൊറാനോ എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ട്യൂമർ ഉണ്ടായിരുന്നു, ബ്രെയിൻ ട്യൂമർ.
ട്യൂമർ. തല പൊട്ടിപ്പോകുന്ന പോലത്തെ വേദനയായിരുന്നു മൊറാവോക്ക്. ഈ കാര്യമൊക്കെ ഒഫീഷ്യൽസിനെ പല തവണ അറിയിച്ചതാണ്. അത് നോർമൽ തലവേദനയാണെന്നും പറഞ്ഞിട്ട് അവർ പല തവണ തള്ളിക്കളഞ്ഞു. വേദന സഹിക്കാൻ പറ്റാതെയാണ് മൊറാവോ ആത്മഹത്യ ചെയ്തത്. ഒരു കണക്കിന് നോക്കിയാൽ ഈ ഒഫീഷ്യൽസ് ചെയ്തത് ഒട്ടും ശരിയല്ല. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്യണ്ടേ. അവർക്ക് തോന്നിയ പോലെയാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നമുക്ക് കിട്ടണം എന്നുള്ളതും കൂടെ അതിൽ ആഡ് ചെയ്യുന്നുള്ളത് ആ തടവുള്ളി അവനോട് പറയാണ്. മാത്രല്ല നേരത്തെ കണ്ട ജൂലിയാനില്ലേ, അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാക്കി ടോക്കി ഉണ്ട്. അതെടുത്ത് ഈ നെഗോഷിയേറ്ററോട് ഇങ്ങനെ അറിയിക്കുകയാണ്, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് നിബന്ധനകളുണ്ട്, അതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പ്രൊട്ടസ്റ്റ് നിർത്താന്നൊക്കെ. ശരി, ഞാൻ അകത്തോട്ട് വരാം, നിങ്ങൾ ആ ക്യാമറ ഉണ്ടല്ലോ മറച്ചു വെച്ചത് അത് ഓപ്പൺ ആക്കി വെക്കണം, എന്നാൽ മാത്രമേ ഞാൻ അകത്തോട്ട് വരുള്ളൂ എന്നുള്ളത് ആ നെഗോഷിയേറ്റർ വരെ അറിയിക്കും. നെഗോഷിയേറ്റർ അകത്തേക്ക് വരാനുള്ള സമയം കൊണ്ട് മലമന്ത്രി ജുവാന്റെ സ്റ്റോറി ഒക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ടാകും. അല്ല മോനെ, നീ നിന്റെ വൈഫിനെ കൊന്നിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? 4th ബ്ലോക്കിലാണല്ലോ നിന്നെ അടച്ചു വെച്ചത്, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. ജുവാനാണെങ്കിൽ കള്ളം പറയണല്ലോ. അവൻ പറയും, എന്റെ ഭാര്യയെ കൊന്നിട്ടൊന്നല്ല, അവൾ എന്റെ ദേവതയാണ്. മാത്രല്ല ഞാനിപ്പോ ഒരു അച്ഛനാവാൻ പോവുകയാണ്. അതിനിടയിൽ എന്റെ ബ്രദർ ഉണ്ടായിരുന്നു, അവൻ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നശിച്ചു. അതിന്റെ കാരണക്കാരനായ ഒരുത്തനുണ്ടായിരുന്നു, അവനെ കൊന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ ഒരു പച്ച കള്ളം കേട്ടിട്ട് മലമന്ത്രിയാണെങ്കിൽ ജുവാനെ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ ജുവാന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കിയ അപ്പാച്ചിയാണെങ്കിൽ തച്ചുവലിനെ വിവരം അറിയിക്കാണ്. അല്ല മോനെ, ഈ ജയിലിലേക്ക് പുതുതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാല് അയാളെ കാര്യമായിട്ട് ഈ നോക്കാറുണ്ടല്ലോ, ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യലുണ്ടല്ലോ, നിനക്ക് ജുവാന്റെ മേലെ വല്ല ഡൗട്ടും തോന്നിയോ? മലമന്ത്രിനാണെങ്കിൽ യാതൊരു ഡൗട്ടും ഇല്ല, നീ അതൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നു പറയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ നെഗോഷിയേറ്റർ അകത്തോട്ട് വരും. ജുവാൻ ദേഹപരിശോധനയൊക്കെ നടത്തി ചെറിയൊരു കാര്യം കൂടെ പറയും. ആ 3 പേര് സേഫ് ആണ് ബാത്റൂമിന്റെ അവിടെ, ഇവർക്ക് കുറച്ച് നിബന്ധന ഉണ്ട് കേട്ടോ, അത് അംഗീകരിക്കാന്ന് പറഞ്ഞേക്കെന്നും പറഞ്ഞ് നെഗോഷിയേറ്റർ മലമന്ത്രിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. പിന്നെ ആ നിബന്ധന ഒന്നൊന്നായിട്ട് ഇങ്ങനെ അറിയിക്കും. അൽമാൻസോ ഇങ്ങോട്ടേക്ക് വരാനുള്ള മെയിൻ റീസൺ നമ്മുടെ ജുവാനെ രക്ഷപ്പെടുത്താനും 3 തടവുള്ളികളെ രക്ഷപ്പെടുത്താനുമാണ്. രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ നിബന്ധന അംഗീകരിക്കണം, അപ്രൂവൽ കിട്ടണമെങ്കിൽ മിനിസ്റ്ററുടെ ഉത്തരവ് വേണമെന്നും പറഞ്ഞ് അൽമാൻസോ അവിടെ നിന്ന് പോകുന്ന ആ ഒരു നിമിഷം മലമന്ത്രി അടുത്തൊരു കാര്യം കൂടെ പറയാണ്. ഈ ജുവാൻ അവന്റെ വൈഫിനോട് സംസാരിക്കണം, അവന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവൻ അവന്റെ വൈഫിനോട് സംസാരിക്കണം എന്ന് പറയും. ഇപ്പൊ മലമന്ത്രായിട്ട് ജുവാന് പുറത്തു പോകാനുള്ള ഒരു അവസരം ഒരുക്കി. നെഗോഷിയേറ്റർ പിന്നെ ഒന്നും ചിന്തിക്കാതെ വൈഫിനോട് സംസാരിക്കാനുള്ള അവസരം ഞങ്ങൾ ഒരുക്കാം, പക്ഷെ ജുവാനെ കൂട്ടി ഞാൻ പുറത്തു പോയാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയും. മലമന്ത്രി നമ്മുടെ ജുവാനെ വിശ്വസിച്ചിരിക്കുകയാണല്ലോ. പിന്നെ ഇതെന്റെ ബ്രദറാണ്, അവനെ പുറത്ത് വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാല് നിങ്ങളുടെ ആ തടവുള്ളികളെല്ലാം ഞങ്ങൾ കൊന്നൊടുക്കും എന്നൊരു താക്കീതും കൊടുത്തിട്ട് ജുവാൻ അവന്റെ കൂടെ പറഞ്ഞേക്കാണ്. പതിയെ നടന്ന് ജയിലിന്റെ കതകിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നൊരു ശബ്ദം കേൾക്കാണ്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പൊ ആയത്. ആ ശബ്ദം കേട്ട് മലമന്ത്രി ആണെങ്കിൽ വല്ല സ്വാറ്റ് ടീമോ അത് പോലീസുകാരോ ആരോ ഒരാളെ ഉള്ളിലേക്ക് കയറി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ നേരെ വന്ന് ഈ നെഗോഷിയേറ്ററിന്റെ കഴുത്തിൽ കത്തിയൊക്കെ വെച്ചിട്ട് ജുവാൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പറഞ്ഞേക്കാണ് എന്താ സംഭവം എന്നറിയാനായിട്ട്. അവിടെ ചെന്ന ജുവാൻ കാണുന്നത് സോബസ് എന്ന് പറഞ്ഞൊരു കുറ്റവാളിയുണ്ട്. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയാണ്, അയാളുടെ ബോഡിയാണ് മരിച്ച നിലയിലാണ് കാണുന്നത്. പുറത്തിരുന്ന ആ ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, അവരും ആ ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. പിന്നെ അവർ ആ CCTV വഴി ഇങ്ങനെ നോക്കും ആരാണ് ആ മരിച്ചു കിടക്കുന്നതെന്ന് അറിയാന്. ഇനി അഥവാ അതുമല്ല ഹോസ്റ്റേഴ്സ് ആണെങ്കിൽ പിന്നെ ആ കളി അങ്ങ് മാറൂലേ. ഇപ്പൊ നമ്മുടെ ജുവാനാണെങ്കിൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ CCTVയുടെ വിഷൻ നിന്ന് ആ ബോഡി മാറ്റാൻ പറയുന്നുണ്ട്. ഒഫീഷ്യൽസ് ആരാണ് മരിച്ചതെന്ന് അറിയാതിരിക്കാനായിട്ട് ഒഫീഷ്യൽസിനാണെങ്കിൽ ചെറിയ ഡൗട്ട് വരും, ഹോസ്റ്റേഴ്സ് ആണ് മരിച്ചതെന്നുള്ളത്. അവർ വേഗം ആ സ്വാറ്റ് ടീമിനോട് നിങ്ങൾ അകത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യുന്നൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടാകും. കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ജുവാന് ആ ഹോസ്റ്റേഴ്സിനെല്ലാം കൊണ്ടുവന്ന് CCTV മുമ്പിൽ ഹാജരാക്കുകയാണ്. അവരെ കണ്ട ഒഫീഷ്യൽസ് ആണെങ്കിൽ സ്വാറ്റ് ടീമിനോട് അറ്റാക്ക് ചെയ്യണ്ട, അബോർട്ട് ദ മിഷൻ എന്ന് പറഞ്ഞ് അവരെ പിൻവലിക്കും. ഇപ്പൊ ഇവിടെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ മലമന്ത്രാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഈ ഒരു ഡിസിഷൻ എടുത്തിട്ട് അവർ ആ ഇഷ്യൂവിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ജുവാനാണ്. ജുവാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫീഷ്യൽസ് എല്ലാം വന്ന് ആ സ്വാറ്റ് ടീമിനെ പറഞ്ഞയച്ച് അവർ അറ്റാക്ക് ചെയ്ത് കൊന്നിട്ടുണ്ടാകും. ഇത് മനസ്സിലാക്കിയ തടവുള്ളികള് ജുവാനെ അവരുടെ പുതിയൊരു നേതാവായി കാണുകയാണ്. മറുഭാഗത്ത് മലമന്ത്രി ഈ നെഗോഷിയേറ്റിന്റെ പുറത്തേക്ക് പറഞ്ഞയച്ച് അങ്ങോട്ടേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച ഈ ഒരു സംഭവമാണ്. എല്ലാരും ജുവാന് വേണ്ടി ജയ് വിളിക്കുന്നത്. ജുവാനാണെങ്കിൽ മലമന്ത്രിനെ ആശ്വസിപ്പിക്കാനായിട്ട് അവന്റെ കൈയൊക്കെ പിടിച്ച് പൊന്തിച്ച് നമ്മുടെ നേതാവ് മലമന്ത്രി തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രശംസിക്കുന്നുണ്ട്. ജയിലിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. പക്ഷെ പുറത്താണെങ്കിൽ ജയിലിനകത്തൊരുത്ത മരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. നമ്മുടെ ജുവാന്റെ ഭാര്യ എലീനല്ലേ, അവൾ ഈ കാര്യമൊക്കെ ന്യൂസ് വഴി അറിയുന്നുണ്ട്. അവള് വേഗം ഫോൺ എടുത്ത് ജുവാന്റെ ഫോണിലേക്ക് അടിക്കും. പക്ഷെ അതാരും എടുക്കുന്നില്ല. പിന്നെ അടുത്തതായിട്ട് അവള് വിളിക്കുന്നത് നമ്മുടെ ജുവാന്റെ ഫ്രണ്ടിനെയാണ്. അവനാണെങ്കിൽ ആ ഒരു സീൻ ഒന്നുമില്ലാത്ത പോലെ ആക്കുന്നുണ്ട്. അതായത് പിന്നെ ജുവാൻ ജയിലിനകത്തേക്ക് പോയതാണ് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട്. അകത്തേക്ക് കയറുമ്പോൾ ഫോൺ എല്ലാം എടുത്തു വെക്കണം, അങ്ങനെ എടുത്തു വെച്ചതാണ്. അവന്റെ വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവൻ പുറത്തോട്ട് വരുന്ന സമയത്ത് ഞാൻ അവനോട് പറയാൻ നീ വിളിച്ച കാര്യം. മാത്രല്ല എലീന പുറത്താന്നുള്ള കാര്യം മനസ്സിലാക്കിയ അവൻ അവളോട് വീട്ടിൽ പോകാനും കൂടെ പറയും. എലീനയാണെങ്കിലോ എന്തോ ഒരു പന്തികേടുണ്ട് അവന്റെ സംസാരത്തിൽ എന്നൊക്കെ മനസ്സിലാക്കി തന്റെ കാർ എടുത്തിട്ട് നേരെ ജയിലിന്റെ അങ്ങോട്ടേക്ക് വരും. മറുഭാഗത്ത് ഉട്രില്ല എന്ന് പറഞ്ഞൊരു ഓഫീസർ ഉണ്ട്. ഈ ഹോസ്റ്റേജസ് അതിനകത്തുള്ള കാര്യം ഈ മലമന്ദിറിനോടും ആ ടീമിനോട് ആരാ പറഞ്ഞത്? 2 കൂട്ടരോടും കോണ്ടാക്ട് ഉള്ളത് അവിടെയുള്ള ആ ഒരു ബാർബറിന് മാത്രമാണ്. അപ്പൊ പിന്നെ ബാർബർ ആയിരിക്കുമല്ലോ
ആരാണല്ലോ പറഞ്ഞതെന്ന് മനസ്സിലാക്കി ഉട്രില നേരെ പോയ ബാർബറിനെ നല്ലോണം തല്ലുന്നുണ്ട്. അയാള് ഞാനല്ല പറഞ്ഞത് അങ്ങനെ കുറെ കരഞ്ഞു പറയുകയും ചെയ്യും. ആ സീന് കട്ടാവുന്നതോടുകൂടി നമ്മൾ കാണുന്നത് മലമന്ത്രി ജുവാന് അവരെല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാകും. ജയിലിനകത്തുള്ള ടിവിയില് ന്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. ആ ന്യൂസ് കണ്ടൊരു തടവുള്ളി മലമന്ത്രിനെ വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷെ അവനൊരു കാര്യം മറക്കും, ആ വാക്കി ടോക്കി. ജുവാന് സൂത്രത്തിൽ ആ വാക്കി ടോക്കി എടുത്തിട്ട് 211 എന്ന് പറയുന്ന ആ റൂമിൽ പോയിട്ട് അൽമാൻസ ഉണ്ടല്ലോ നെഗോഷിയേറ്റർ, അയാളോട് തന്റെ വൈഫിനോട് സംസാരിക്കണം, ഇവിടെ യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ അവളെ അറിയിക്കണം, അങ്ങനെയൊക്കെ പറയും. അൽമാൻസ ആണെങ്കിലോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് ഞങ്ങളായിട്ട് പറയാൻ പാടില്ല എന്നാണ് മിനിസ്റ്ററിന്റെ ഓർഡർ എന്നൊക്കെ പറയും. ഈ കാര്യം കൂടെ കേട്ടപ്പോ ജുവാനാണെങ്കിൽ നല്ല ദേഷ്യം വരും കേട്ടോ. തുടർന്ന് അൽമാൻസ ആണെങ്കിൽ നീ ഒരു കാരണവശാലും പേടിക്കണ്ട, നാളത്തോടെ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനാക്കാം എന്ന് മാത്രം പറഞ്ഞ് ആ വാക്കി ടോക്കി ഡിസ്കണക്ട് ചെയ്യും. മലമന്ദിർ ഇപ്പൊ അവന്റെ വാക്കി ടോക്കി മിസ്സായ കാര്യം അറിയുന്നുണ്ട്. പിന്നെ ടാഞ്ചുലിനെ അവർ ഭക്ഷണം കഴിച്ച ഭാഗത്തേക്ക് പറഞ്ഞേക്കും. ടാഞ്ചുൽ അതെല്ലാം അന്വേഷിച്ചിട്ട് അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് ആ കാര്യം മലമന്ദിറിനോട് വന്ന് പറയും. ഇതിപ്പോ എവിടെ പോയി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോ ജുവാന് നേരെ വന്ന് വാക്കി ടോക്കി മലമന്ദിറിനെ ഏൽപ്പിക്കും. നിങ്ങൾ നേരത്തെ TV ന്യൂസ് കാണാൻ പോയപ്പോ അതവിടെ മറന്നു വെച്ചു പോയതാണ്, ഞാനത് ഭദ്രമാക്കി വെച്ചതാണെന്ന് പറഞ്ഞ് ആ സാധനം കൊടുക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പാച്ചി ഉണ്ടല്ലോ അവൻ അവിടെ നിൽക്കുന്നുണ്ടാകും. അവൻ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ട്. ജുവാന്റെ മേലുള്ള ഡൗട്ട് ആണെങ്കിൽ ഒന്നും കൂടെ കൂടി. അപ്പാച്ചി നേരെ റൂമിൽ പോയിട്ട് അവന്റെ ഫോൺ എടുത്ത് ഒരു ഓഫീസറെ വിളിക്കും. സാധാരണ ജയിലിനകത്തുള്ള കാര്യങ്ങളൊക്കെ അവൻ ആ ഓഫീസറോടാ പറയാറുള്ളത്. ജുവാനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ജുവാൻ ഒരു ഓഫീസർ ആണെന്നുള്ള കാര്യം അപ്പാച്ചിക്ക് മനസ്സിലായി. നേരത്തെ നമ്മുടെ എലീന ജയിലിൽ അങ്ങോട്ടേക്ക് വന്നിരുന്നില്ലേ, അവൾ അങ്ങോട്ടേക്ക് വന്നു നോക്കുമ്പോ അവിടെ ആണെങ്കിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ജയിലിനകത്ത് ഒരാൾ മരിച്ചു എന്നുള്ള ന്യൂസ് വരുന്നല്ലോ. ഈ ജയിൽ പുള്ളികളുടെ കുടുംബക്കാരും ഫ്രണ്ട്സും അങ്ങനെയുള്ളവരാണ് വന്നിട്ടുള്ളത്. അവരെല്ലാരും പുറത്തു നിന്ന് അട്ടഹസിക്കുന്നുണ്ട്. വേഗം ജയിലിൽ തുറക്ക്, ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് കാണണം, വേഗം തുറക്ക് എന്ന് പറയുന്നുണ്ട്. ജയിലിന്റെ അകത്ത് വെച്ച് മരിച്ച ആ തടവുള്ളി ഉണ്ടല്ലോ, അയാളുടെ ബോഡി ഒരു ആംബുലൻസിൽ കൊണ്ടുവരും. ആംബുലൻസ് വരുന്നത് കണ്ട് ഈ ജനങ്ങളാണെങ്കിൽ അതാരെന്നറിയാനായിട്ട് അങ്ങോട്ടേക്ക് പോകും. വല്ലാത്തൊരു പിടിയും വലിയായിരിക്കും അവിടെ. ഇനിയിപ്പോ ഇത് പോലീസുകാരുടെ കൺട്രോളിലാവില്ല എന്ന് മനസ്സിലായിട്ട് അവർ ഈ ആളുകളെല്ലാം അടിച്ചോടിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല, ഈ കാര്യങ്ങളെല്ലാം ന്യൂസ് വഴി ജയിലിനകത്ത് എല്ലാവരും കാണുന്നുണ്ട്. എലീന അവിടെ നിൽക്കുന്ന ആ ദൃശ്യവും ജുവാൻ അകത്തുനിന്ന് കാണും. തന്റെ ഭാര്യ അതിനകത്തുള്ള കാര്യം അൽമാൻസോനെ അറിയിക്കണമല്ലോ. അതിനായിട്ട് വാക്കി ടോക്കി മലമന്ദിറിന്റെ കയ്യിലുണ്ട്. ആദ്യമൊക്കെ നിരസിച്ചെങ്കിലും പിന്നെ വാക്കി ടോക്കി കൊടുക്കും. അതുവഴി അൽമാൻസോനെ ഇവരെ അറിയിക്കും, എന്റെ ഭാര്യയുണ്ട്, നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് മലമന്ദിര വാക്കി ടോക്കി വാങ്ങി അൽമാൻസോനോട് പറയും, മര്യാദക്ക് അവരെ തല്ലുന്നത് നിർത്തേ, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഹോസ്റ്റേജസിനെ ഇപ്പൊ തന്നെ ഇവിടെ കൊല്ലും. ആ കാര്യം കേട്ടപ്പോ അൽമാൻസോ പിന്നെ ഉത്തരവ് കൊടുക്കും എല്ലാം നിർത്തലാക്കാനായിട്ട്. പക്ഷേ അപ്പോഴേക്കും ഉട്രില്ല എന്ന് പറഞ്ഞ ആ ഓഫീസർ യൂണിഫോം എല്ലാം ധരിച്ച് വടിയുമായി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാകും. തുടർന്ന് നമ്മുടെ എലീന ഉണ്ടല്ലോ, ജുവാന്റെ വൈഫ്, ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ അവളെ തല്ലി പഞ്ചറാക്കിയിട്ടുണ്ടാകും. ഇപ്പൊ അവൾ എങ്ങനെയൊക്കെയോ ആശുപത്രിയിൽ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒഫീഷ്യൽസിന്റെ എല്ലാം ഭാഗ്യം എന്ന് പറയട്ടെ, ഈ കാര്യങ്ങളൊന്നും ജയിലിനകത്തുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല. കാരണം വാക്കി ടോക്കിയിലൂടെ മലമന്ത്രി പറഞ്ഞില്ലേ, ഭീഷണിപ്പെടുത്തിയില്ലേ, അതുകൊണ്ട് ആ TV അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടാകും. പിന്നെ അവർക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ വാക്കി ടോക്കിയിലൂടെ അൽമാൻസിനോട് വീണ്ടും കോണ്ടാക്ട് ചെയ്യാണ്. അല്ല എന്താ ഇപ്പൊ TVക്ക് പറ്റിയത്, എങ്ങനെ ഇപ്പൊ കണക്ഷൻ പോയി എന്ന് ചോദിക്കും. അതൊന്നുമില്ല, TVയുടെ ആന്റിന ഉണ്ടല്ലോ അതിലേക്ക് ഒരുത്തം വെള്ളടിച്ച് വീണതാണ്, അതിപ്പോ തന്നെ റെഡിയാക്കാന്ന് പറയും. തുടർന്ന് മലമന്ത്രി രണ്ട് കാര്യം കൂടെ പറയും, നിങ്ങൾ ഈ ജനങ്ങളെ ഒതുക്കിയപ്പോ ആർക്കൊക്കെയാണ് പരിക്കേറ്റതെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് എനിക്ക് വേണം. മാത്രല്ല ജുവാന്റെ വൈഫ് സേഫ് അല്ലേ, അവൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ ചോദിക്കും. ജുവാന്റെ വൈഫിന്റെ കാര്യം കേട്ട അൽമാൻസ് ആണെങ്കിൽ അവൾക്കൊന്നും പറ്റിയിട്ടില്ല, അവളിപ്പോ ഹോസ്പിറ്റലിലാണ്, പക്ഷെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. അത് കേട്ടപ്പോ പിന്നെ ജുവാനും ചെറിയ ആശ്വാസമൊക്കെ ആവും. അവൻ നേരെ അവന്റെ റൂമിൽ പോയി റേഡിയോ വഴി ന്യൂസ് എല്ലാം കേൾക്കാൻ ശ്രമിക്കും. അങ്ങോട്ടേക്ക് അപ്പാച്ചി വരികയാണ്. മാത്രല്ല അവനൊരു ഓഫീസറാന്നുള്ള കാര്യം താൻ അറിഞ്ഞു എന്നും ഇതുവരെ മലമന്ദിറിനോട് ആ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ഇനി ഇത് പറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഓഫർ ചെയ്യണം, ക്യാഷ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇത് കേട്ട ജുവാനാണെങ്കിൽ ഒരു ചെറു ചിരിയോട് അവനോട് പറയും, മോനെ അപ്പാച്ചി, നീ ഇവിടെ ആരാണെന്നുള്ള കാര്യം എനിക്കറിയാം, ഓഫീസേഴ്സിന്റെ ചാരനാന്നുള്ള കാര്യം എനിക്കറിയാം, സെൽ 233 സിങ്കിനകത്തുള്ള വെപ്പൺ ഉണ്ടല്ലോ നിന്റെ വെപ്പണ്, ആ കാര്യമൊക്കെ എനിക്കറിയുന്നതാണ്, അതുകൊണ്ട് പൊന്നു മോനെ എന്നോട് വല്ലാതെ കളിക്കണ്ടെന്ന് പറഞ്ഞ് ആശാൻ അവിടെ നിന്ന് പോകും. ഇപ്പൊ മലമന്ത്രും ജുവാനും എല്ലാവരും ആ ഒരു ലിസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്, ആർക്കൊക്കെ അടിപെട്ടു എന്ന് അറിയാനായിട്ട്. അൽമാൻസ് തച്ചുവലന്റെ കയ്യിൽ ആ ഒരു ലിസ്റ്റ് കൊടുത്തയക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ വെറും 4 പേരെ പേര് മാത്രമേ ഉള്ളൂ. ഇത് കണ്ട മലമന്ദിറിനാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യം വരും. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഈ 4 പേരാവുന്നത്, അവനെ ഇപ്പൊ തന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കാന്ന് പറഞ്ഞ് ആ ഹോസ്റ്റേജസ് ഉണ്ടല്ലോ അതിലൊരുത്തന്നെ പിടിച്ചിട്ട് ഒരു വടിയൊക്കെ പൊട്ടിച്ച് കൊല്ലാനായിട്ട് നിൽക്കും. ജുവാനാണെങ്കിൽ ഒരു ഓഫീസർ അല്ലേ, അവൻ നേരെ വന്ന് നിങ്ങൾ ഇയാളെ കൊന്നിട്ട് യാതൊരു കാര്യമില്ല, നമ്മുടെ നിബന്ധന ഇവര് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവനെ കൊല്ലുന്നതിന് പകരം അവന്റെ ചെവി അങ്ങ് മുറിച്ച് അത് അവർക്ക് പാർസൽ അയച്ചു കൊടുത്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ വേണമെന്ന് പറയും, അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയും. ഇത് കേട്ടപ്പോ തച്ചുവല നേരത്തെ അവിടെ തച്ചു പിടിച്ചൊരു വാഷ് ബേസിന്റെ ഒരു കഷ്ണം എടുത്ത് കൊടുത്തിട്ട് ചെവി അങ്ങ് അറുത്തോളാൻ പറയും. ഇപ്പൊ അവന്റെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ, അവൻ പിന്നെ ആ ചെവി അങ്ങ് അറക്കും, ആ ഹോസ്റ്റേജിന്റെ ചെവി. എന്നിട്ട് അത് പെട്ടിയിലിട്ട് അൽമാൻസൊക്കെ അയച്ചു കൊടുക്കും. തന്റെ കയ്യിൽ ചോര പറ്റിയല്ലോ, അതെല്ലാം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മലമന്ദിറും എല്ലാവരും വന്നിട്ട് അവനോടൊരു കാര്യം കാണിച്ചു കൊടുക്കും. നേരത്തെ എലീനക്ക് തല്ല് കിട്ടിയതൊന്നും ന്യൂസ് വഴി അവർ അറിഞ്ഞില്ലല്ലോ, ആ വീഡിയോ ആയിരുന്നു അത്. ഉട്രില്ല എന്ന് പറയുന്ന ഒരു ഓഫീസറാണ് അവൾ അടിച്ചത് എന്നും ആ തടവുള്ളി
രീതികള് അവനെ അറിയിക്കും. ഇതും കൂടെ കേട്ടപ്പോ ജുവാന്റെ കംപ്ലീറ്റ് കൺട്രോൾ അങ്ങ് പോകും. അവൻ ഇപ്പോഴാണെങ്കിൽ അവന്റെ ഭാര്യയെ തല്ലി പഞ്ചറാക്കിയ ആ ഉട്രിലുണ്ടല്ലോ അവന് എങ്ങനെങ്കിലും കയ്യിൽ കിട്ടണം. ആ ഒരു കാര്യത്തിനായിട്ട് നമ്മുടെ ഈ അൽമാൻസോനെ വിളിച്ചിട്ട് വിവരം പറയാണ്. പിന്നെ അൽമാൻസോ ഒരു ഡിസ്കഷൻ കൂടിയുണ്ട്. അതിന് നീ അകത്തോട്ട് വരണ്ട, പകരം ആ ഉട്രിലുണ്ടല്ലോ അവനെ അകത്തോട്ട് പറഞ്ഞേക്കെന്ന് പറയും. സംഭവം അത് ഉട്രിലേക്കുള്ള ട്രാപ്പാണ്. ആ കാര്യമൊന്നും അവരറിയാതെ ഉട്രിലിനെ അകത്തോട്ട് പറഞ്ഞേക്കും. അകത്തേക്ക് വന്ന ഉട്രിലിനെ ആണെങ്കിൽ മലമന്ത്രി വല്ലാത്തൊരു സ്വീകരണം കൊടുക്കും. ഒരു സിഗരറ്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഇത് വലിക്ക്, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ് അവനായിട്ട് ആ ബേസ്മെന്റിലോട്ട് പോകും. നമ്മുടെ ജുവാന്റെ അടുത്തേക്ക് നേരത്തെ അൽമാൻസ് വന്നപ്പോ ഇവര് ബേസ്മെന്റിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. അപ്പൊ ഈ ഉട്രിലിനെ കൊണ്ടുപോയത് എന്തോ ഒരു ദുരുദ്ദേശത്തിനാണെന്നുള്ളത് ആ ഓഫീസേഴ്സിന് മനസ്സിലാകും. പിന്നെ അവർക്ക് എങ്ങനെയെങ്കിലും അവനെ പുറത്തു കൊണ്ടുവരണമെന്നായിരിക്കും. അകത്തെത്തിയ ഉട്രിലേക്ക് ജുവാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കും. പൊന്നു മോനെ, നീ എന്താണ് എന്റെ ഭാര്യയെ ചെയ്തത്? എന്തിനാ നീ ഇവളെ അടിച്ചു കൊല്ലാനാക്കിയത് എന്നൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഉട്രിലാണെങ്കിലോ ജുവാൻ നീ എന്നോട് ക്ഷമിക്കണം, അത് നിന്റെ ഭാര്യ എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. എല്ലാ ജനങ്ങളും അക്രമാസക്തമായപ്പോ ഞാനൊന്ന് കൺട്രോൾ ചെയ്തതാണ്, അറിയാതെ പറ്റിപ്പോയതാണ്, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ താഴ്ന്ന് കേണ് പറയും. നമ്മുടെ ജുവാൻ ഉണ്ടോ അത് കേൾക്കണ്? എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട, അവൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ഉട്രിലയാണെങ്കിലോ ഒന്നും തന്നെ വിട്ടു പറയുന്നുണ്ടാകില്ല. പിന്നെ അവരാ വാക്കി ടോക്കിയിലൂടെ നമ്മുടെ ജുവാന്റെ ഫ്രണ്ട് ഇല്ലേ അവനെ കണക്ട് ചെയ്തിട്ട് അവനോട് ഈ കാര്യം ചോദിക്കും. അവനാണെങ്കിലോ ഒന്നും തന്നെ തുറന്നു പറയുന്നുണ്ടാകില്ല. ഏയ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ആശുപത്രിയിലാണ്, അതുകൊണ്ട് ഇപ്പൊ നിനക്ക് കണക്ട് ചെയ്ത് തരാനൊന്നും പറ്റില്ല, സഡേഷൻ കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ നുണ പറയും. ആ ഒരു കാര്യം കേട്ടപ്പോ ജുവാന് കാര്യം മനസ്സിലായി, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഗർഭിണിയായ ഒരു തീയെ ഒരിക്കലും സഡേഷൻ കൊടുത്ത് കിടത്തില്ലല്ലോ. പിന്നെ അവൻ വീണ്ടും വീണ്ടും ചോദിക്കും, അല്ല കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചോ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാന്ന് പറയും. അവന്റെ ഫ്രണ്ട് ആണെങ്കിലോ ഒന്നും തന്നെ മിണ്ടില്ല. ആ ഒരു നിശബ്ദത തന്റെ ഭാര്യയുടെ മരണത്തിന്റെ ആയിരുന്നു എന്നുള്ളത് അവന് മനസ്സിലാകും. അവന് മാത്രല്ല മലമന്ദിറിനും അവിടെയുള്ള എല്ലാവർക്കും. പിന്നെ എല്ലാവർക്കും ഈ ക്രൂരനായ ഉട്രിലയെ അടിച്ചു കൊല്ലണമെന്നായിരിക്കും. അതിനായി അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോ ഉട്രിലയാണെങ്കിൽ ഒരു കാര്യം വിളിച്ചിങ്ങനെ പറയും, നിങ്ങളുടെ മുമ്പിലുള്ള ജുവാൻ ഓഫീസറാണ്, എന്നെ പോലെയുള്ള ഒരു ഓഫീസറാണ്, നിങ്ങൾ അവനാണ് ചതിച്ചത്, ഞാൻ എന്റെ ഡ്യൂട്ടി മാത്രമാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. അല്ലെങ്കിൽ തന്നെ ജുവാന് ദേഷ്യം പിടിച്ചിരിക്കായിരുന്നു. ഇതും കൂടി ആയപ്പോ നേരത്തെ ഒരു ഹോസ്റ്റേജിന്റെ ചെവി മുറിച്ചില്ലേ, അതിനുപയോഗിച്ച ആ ഒരു ടൂൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ഓടി വന്ന ആ ടൂൾ വെച്ച് ഉട്രിലയുടെ കഴുത്തങ്ങ് അറുത്തു കൊല്ലും. വെറി പിടിച്ചു കൊല്ലുക എന്നൊക്കെ പറയില്ലേ, ആ രൂപത്തില്. ഇപ്പൊ നമ്മുടെ ജുവാന്റെ മാനസികാവസ്ഥയാണെങ്കിൽ വല്ലാതെ അങ്ങ് തെറ്റിക്കിടക്കുകയാണ്. അവൻ അവന്റെ റൂമിലേക്ക് പോയി ആർത്തിരമ്പി കരയായിരിക്കും. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, ആ ചുമരില് ഫസ്റ്റ് മരിച്ച ആ വൃദ്ധന്റെ പേരും ഉണ്ടാവും. ജീവിതം മടുത്തിട്ടാണല്ലേ ആ വൃദ്ധ മരിച്ചത്. അതേ ഒരു മാനസികാവസ്ഥയിലാണിപ്പോ നമ്മുടെ ജുവാനും. ഇതേ സമയം ജയിലിനകത്തേക്ക് ഒരാൾ കൂടെ വരികയാണ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന്. നേരത്തെ ഇവര് കൊടുത്തയച്ച ആ നിബന്ധന ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. നിങ്ങൾ ഈ പറഞ്ഞ നിബന്ധനകളിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, എന്നാൽ മറ്റു ചിലതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജുവാൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ വരുന്നത് വെറും കൈയോടല്ല കേട്ടോ. ആശാൻ ഇപ്പൊ വെറി പിടിച്ചൊരു മൃഗത്തെ പോലെയാണ്. നേരത്തെ കഴുത്തറുത്ത് കൊന്ന ആ ഉട്രിലയുടെ ബോഡി വലിച്ചഴച്ചാണ് ആശാൻ വരുന്നത്. ചോരയിൽ കുളിച്ച ആ ബോഡി എടുത്തിട്ട് അവർക്ക് മുമ്പിൽ തുറന്നു കാണിക്കാണ്. ആ CCTV വഴി ഒഫീഷ്യൽസ് എല്ലാം അത് കാണുന്നുണ്ട്. പിന്നെ ജുവാന്റെ ഒരു ഡയലോഗ് ഉണ്ട്, പൊന്നു മക്കളെ, ഇത്രയും കാലം കണ്ട ഒരു ജുവാനല്ല നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് തന്ന ആ നിബന്ധന ഉണ്ടല്ലോ, അതിനകത്ത് ഒരു കാര്യം പോലും നിങ്ങൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാല് ഈ ജയിൽ ഒരു രക്തക്കളയായി മാറും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവനിങ്ങനെ അങ്ങോട്ടേക്ക് വന്ന അയാളെ പേടിപ്പെടുത്തുകയാണ്. അതുമാത്രല്ല കേട്ടോ, അവിടെയുള്ള തടവുള്ളികളും മലമന്ദിറും അവന്റെ ആ ഡയലോഗ് കേട്ടിട്ട് കോരിത്തരിച്ചിരിക്കുകയാണ്. മലമന്ദിറിനാണെങ്കിൽ അവൻ ഈ പറഞ്ഞ കാര്യമൊന്നും അത്ര പിടിച്ചിട്ടില്ല. കാരണം അവനാണല്ലോ ഇത്രയും കാലം ഉത്തരവ് കൊടുത്തിരുന്നത്. ആ കുശുമ്പൊന്നും ആശാൻ അവിടെ കാണിക്കുന്നില്ല കേട്ടോ. അവൻ ജുവാന്റെ കൈയൊക്കെ പൊന്തിച്ച്, അതെ ജുവാൻ പറഞ്ഞതാണ് കറക്റ്റ്, നിങ്ങൾ ഇത് കറക്റ്റായി പാലിക്കണം എന്ന് മാത്രമായിരിക്കും അവന്റെ മറുപടി. അതിനുശേഷം നമ്മുടെ ജുവാനെ മാറ്റി നിർത്തിയിട്ട്, നീ എന്ത് ഭ്രാന്താടാ കാണിച്ചത്, ആ ഒരു ബോഡി പുറത്ത് കാണിച്ചതുകൊണ്ട് ഇപ്പൊ എന്തായി, എന്റെ ഇമേജാണ് ഇവിടെ പോയത്, എല്ലാത്തിനും പുറകിൽ ഞാനാണെന്നല്ല എല്ലാരും വിചാരിക്കുക. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മലമന്ദിറിന് വാക്കി ടോക്കിലൂടെ ഒരു കോള് വരും, ജയിലിന്റെ എക്സിറ്റിന്റെ ഭാഗത്തോട്ട് വരാനായിട്ട്. അവൻ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു ഫയൽ ഉണ്ടാകും അവിടെ. അത് തുറന്നു നോക്കുമ്പോൾ ജുവാൻ ഒരു പോലീസ് ഓഫീസറാണെന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോഴൊന്നും മലമന്ദിർ ആ കാര്യം വിശ്വസിക്കൂല. നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് അവൻ നേരെ ജുവാന്റെ അടുത്തേക്ക് തന്നെ പോകും, ഈ കാര്യങ്ങളിൽ വല്ല സത്യം ഉണ്ടോന്നൊക്കെ അറിയാനേ. പക്ഷെ ആ പോകുന്ന വഴിക്കാണെങ്കിൽ നമ്മുടെ അപ്പാച്ചി ഉണ്ടല്ലോ, അവനും ടാച്ചുവലയും കൂടെ ചേർന്ന് ആ കാര്യം അവനോട് വ്യക്താക്കി കൊടുക്കും. ജുവാൻ നമ്മളെ പറ്റിച്ചതാണ്, അവനൊരു ഓഫീസർ തന്നെയാണ്, മുൻപ് ആ വാക്കി ടോക്കി കാണാതായില്ലേ, അത് അവൻ കൊണ്ടുപോയിട്ട് ഈ പോലീസ് ഓഫീസറോട് സംസാരിച്ചതാണ്, അങ്ങനെ എല്ലാ കാര്യം പറയും. ഇത് കേട്ടപ്പോ മലമന്ദിറിന്റെ മാനസികാവസ്ഥയോ വല്ലാത്തൊരു കഷ്ടതയിലാവും. സ്വന്തം ബ്രദറായി കണക്കാക്കിയ ജുവാനാണ് അവനെ ചതിച്ചത്. അവൻ നേരെ ജുവാന്റെ അടുത്ത് പോയിട്ട് വളരെ സൗമ്യമായിട്ട് അവനോട് ഇങ്ങനെ സംസാരിക്കും, അല്ല മോനെ, ഞാൻ നിന്നെ ബ്രദറായിട്ടല്ലേ കണക്കാക്കിയത്, നീ എന്തുകൊണ്ടാണ് എന്നോട് സത്യമൊന്നും പറയാതിരുന്നത്? ജുവാൻ അവനോട് പിന്നെ ഒരു കാര്യം മാത്രമേ പറയുള്ളൂ, നീ പറഞ്ഞത് കറക്റ്റാണ്, ഞാനൊരു ഓഫീസർ ആയിരുന്നു, പക്ഷെ അതെന്റെ പാസ്റ്റ് മാത്രം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരുത്തൻ തന്നെയാണ്, എല്ലാ കാര്യത്തിലും നിങ്ങളുടെ മുമ്പിലായിട്ട് ഞാനും ഉണ്ടെന്ന് പറയും. മലമന്ദിറോ, ഏയ് അത്രക്ക് വലിയ തീരുമാനങ്ങളൊന്നും നീ എടുക്കണ്ട, ഇപ്പൊ ഈ ജയിലിനകത്തുള്ള എല്ലാവർക്കും മനസ്സിലായി നീ ആരാണെന്ന്. നമ്മൾ ഈ റൂമിന്റെ പുറത്തു പോകുമ്പോ ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാൾ മാത്രമേ ജീവനോടെ ഉണ്ടാകും
ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞ് ജുവാനും കൂട്ടി മലമന്ത്രി പുറത്തോട്ട് ഇറങ്ങും. ജുവാന് നേരത്തെ കുട്ടികളുടെ ബോഡി കാണിച്ചില്ലേ ഈ ഓഫീസേഴ്സിന്റെ മുമ്പിൽ, ഇനി ഇവിടെ ഒരു ചോരക്കളി ആയിരിക്കും എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പാച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ആ തോക്കുണ്ടല്ലോ, ഒളിപ്പിച്ചു വെച്ച ആ തോക്ക്, അങ്ങനെയുള്ള തോക്കെല്ലാം പുറത്തെടുക്കും. ബാക്കിയുള്ളവരോ കണ്ണി കണ്ട് എല്ലാ ടൂൾസും കയ്യിലെടുക്കും. അവരെ ആക്രമിക്കാൻ വരുന്ന ആ സ്വാറ്റ് ടീമിനെ ഇല്ലാതാക്കാനായിട്ട്. ഇവിടെ വെച്ച് കഥയുടെ ദിശ അങ്ങ് മാറുകയാണ്. ആ സ്വാറ്റ് ടീം ഉണ്ടല്ലോ, അവർ ഈ ജയിലിനകത്തേക്ക് സ്മോക്ക് ബോംബ് ഇടും അറ്റാക്ക് ചെയ്യാനായിട്ട്. അതോടുകൂടി ഈ തടവുളികളെല്ലാം പല ദിശയിലേക്ക് ഓടും. ജുവാൻ മലമന്ത്രിനെ ചതിച്ചെങ്കിലും മലമന്ത്രർ അവനൊരു ബ്രദറായിട്ടാണ് കണ്ടിരുന്നത്. അവനെങ്ങനെ സംരക്ഷിക്കുന്ന രൂപത്തിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. അതിലൂടെ അവനെങ്ങനെ മേലോട്ട് കൊണ്ടുപോകുമ്പോ മലമന്ത്രിന്റെ വലങ്കൈ പോലീസുകാരുടെ ചാരൻ ആപ്പാച്ചി അവനവന്റെ ഗണ്ണ് വെച്ച് ഫയർ ചെയ്യാണ് നമ്മുടെ ജുവാനെതിരെ. അങ്ങനെ ജുവാൻ അവിടെ നിലത്ത് വീഴും. മാത്രല്ല തന്റെ വലങ്കൈയായ അപ്പാച്ചിയാണ് ഇവനെ വെടിവെച്ചതെന്ന് മലമന്ത്രർ കാണുകയാണ്. എടാ ദ്രോഹി, നീ എന്നെ ചതിച്ചോ എന്ന് മലമന്ത്രർ ചോദിച്ച ആ ഒരു നിമിഷം അപ്പാച്ചിയുടെ അടുത്ത ബുള്ളറ്റ് മലമന്ത്രിന് നേരെ. ഇത്രയും കാലം ജയില് ഭരിച്ചിരുന്ന ആ കൊടും ഭീകരൻ, ആ രാജാവ് നിലംപരിശായി വീഴുന്നു. കൂട്ടത്തിൽ ഒന്നും അറിയാതെ പെട്ടുപോയ നമ്മുടെ ജുവാനും. പിന്നെ ആ ജയിലിനകത്ത് കംപ്ലീറ്റ് വെടിയുടെ ഇടിയുടെ പൊട്ടിപൂരം. സ്വാറ്റ് ടീം അകത്തോട്ട് വന്ന് എല്ലാ തടവുള്ളികളെയും വെടിവെച്ച് കൊന്നിട്ടുണ്ട്. തച്ചുവലയും എല്ലാരെയും ശവങ്ങൾ നിരന്ന് കിടക്കുന്ന ആ റൂമിലോട്ട് നമ്മുടെ ജുവാന്റെ ഫ്രണ്ട് വരികയാണ്. ജുവാന്റെ ബോഡി അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ മുഖത്തിപ്പോ ഒരു കുറ്റബോധമുണ്ട്. സ്വന്തം സുഹൃത്തിന്റെ മരണത്തിന് താനൊരു കാരണമായല്ലോ എന്നുള്ളതിന്റെ കുറ്റബോധം. ആ ഒരു സീൻ അവിടെ കട്ടായിട്ട് പിന്നെ നമ്മൾ കാണുന്നത് വിചാരണയാണ്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടില്ലേ ആ ഒരു വിചാരണ. ഇപ്പൊ ഈ നടന്ന ഈ സംഭവം ഉണ്ടല്ലോ, ആ ഒരു കഥയാണ് ജുവാന്റെ ഫ്രണ്ട് അവരോട് പറഞ്ഞിരുന്നത്. സെൽ നമ്പർ 211 പോയ ജുവാന്റെ ഫ്രണ്ട് വേറൊരു കാര്യം കൂടെ കണ്ടു. ആത്മഹത്യ ചെയ്ത ആ വൃദ്ധൻ എഴുതി വെച്ച ചുമരിൽ ജുവാൻ ഒലിവർ എന്നെഴുതി വെച്ചൊരു പേരും. ആ ഒരു സീനോട് കൂടി ഈ ഒരു ഫിലിമിയുടെ അവസാനിക്കാണ്. നമ്മുടെ കഥാനായകനായ ജുവാൻ അവന്റെ ഭാര്യ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ മേൽക്കൂര പൊളിഞ്ഞ് തലയിൽ തട്ടി അവനവിടെ പെടുകയുമില്ല. ജൂലിയാന്റെ അശ്രദ്ധ മൂലം മലമന്ത്രി പുറത്തോട്ട് വരികയുമില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, എല്ലാം വിധിച്ചതേ നടക്കൂ. ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആ ഒരൊറ്റ കാര്യമാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. എന്നാ പിന്നെ അടുത്തൊരു അടിപൊളി കഥയുമായി വരുന്നത് വരെ ചെറിയൊരു കുട്ടി ബ്രേക്ക്.